നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് അജ്മാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഹിംസ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൻ്റെ മുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ വായിച്ചത്, ഇഫ് ആങ്കർ ഇസ് ഓവർകം ആൻഡ് എ നാസ്റ്റി ആൻഡ് ഷോർട്ട് ടെമ്പർ ഇസ് അവോയ്ഡഡ്, ദർ ഇസ് സ്കോപ്പ് ഫോർ അറ്റൈൻമെൻറ്റ് ഓഫ് എ ബാലൻസ് കണ്ടീഷൻ ഓഫ് മൈൻഡ്. ദ ഗ്രേറ്റർ ദ കൺട്രോൾ ഓവർ ഇറ്റ്, ദ ഫ്രീയർ ആൻഡ് മോർ ബൗണ്ടിയസ് ഇസ് ദ സെലസ്റ്റിയൽ ഗിഫ്റ്റ്. അപ്പോൾ ദേഷ്യവും മുൻകോപവും എല്ലാം നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലാലാജി മഹാരാജ് പറയുന്നത്. കൂടുതൽ നമ്മളിതിൽ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ ദിവ്യമായിട്ടുള്ള പാരിതോഷികം, ഗിഫ്റ്റ് കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പം എന്താണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരണം ദേഷ്യം, ആങ്കർ വരുന്നത് നമ്മൾ ക്രിയേഷനിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോഴാണ്. നമ്മുടെ ഉള്ളിലുള്ള മൾട്ടിപ്ലിസിറ്റി, നമ്മുടെ ഉള്ളിൽ അതർനെസ് എന്ന ഫീലിംഗ്, മറ്റുള്ളവരെന്നുള്ള ചിന്തയുണ്ട്. എനിക്ക് എൻ്റെ ആവശ്യം, ആ എൻ്റെ എന്നുള്ളതിന് പല ലെവൽസ് ഉണ്ട്. ശരീരം, കുടുംബം, രാജ്യം, ഇങ്ങനെ. അപ്പോൾ അതിലേക്ക് ആരെയും കടന്നു വരികയാണെങ്കിൽ, എൻ്റെ കംഫോർട്ട് സോണിനെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഡിവൈൻ ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, നമ്മൾ അതാണ് കാക്ഷിക്കുന്നതെങ്കിൽ അവിടെ സെപ്പറേഷൻ പറ്റില്ല. അപ്പോൾ മിസറീസ് മറികടക്കുക എന്നതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. നമ്മൾ ആ സ്റ്റേറ്റ് നിലനിൽക്കുക എന്നുള്ളതാണ്. ആ ഒറിജിനലായിട്ട് പ്യുവർ സ്റ്റേറ്റ് നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പല പേഴ്സണാലിറ്റീസും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവത്ഗീതയിൽ അതിദൈവം എന്ന് പറയുന്നത് ഒറിജിനലായിട്ട് ആ പ്യുവറായിട്ടുള്ള ആ ഫ്ലോ നമ്മുടെ ഉള്ളിലുള്ള ദിവ്യതയിൽ നിന്ന്, ഡിവിനിറ്റിയിൽ നിന്നും ഉദ്ഭവിക്കുന്നു. അവിടെ സെപ്പറേഷൻ ഇല്ല. ആ വൈബ്രേഷൻ ആ സ്പെക്ട്രത്തിലൂടെ പ്യുവറായിട്ട് കടന്നു പോവുകയാണെങ്കിൽ അവിടെ ഒരു തരത്തിലും ഡിഫറൻസ് ഇല്ല. എല്ലാ സ്ഥലത്തും ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ അനുഭവം തന്നെ ഉണ്ടാവുന്നു. പക്ഷേ അവിടെ ഇൻ്റർഫിയറൻസ് വരുമ്പോൾ ഒറിജിനലായിട്ടുള്ള ആ പ്യുവറായിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് അഹംബോധം, ഐഡൻറ്റിറ്റിയിൽ നിന്ന് അഹംബോധമായി മാറുമ്പോൾ ഈ ക്രിയേഷനിൽ ചില ഭാഗത്ത് ചൂസ് ചെയ്യുന്നു. ഒരു കളിക്കളത്തിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ലൈറ്റ് വെളിച്ചം നൽകുന്നു. ലൈറ്റിന് പാർട്ട് ചെയ്തില്ല, ഒരു സൈഡിൽ സപ്പോർട്ടൊന്നുമില്ല, പാർഷ്യാലിറ്റി ഇല്ല. പക്ഷേ അവിടെ പാർഷ്യാലിറ്റി വരികയാണെങ്കിലും
ഒരു ടീമിന് മാത്രം സപ്പോർട്ട് കൊടുക്കുക, അതിൽ ഒരു കളിക്കാരനെ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റുള്ളവരൊക്കെ ശത്രുക്കളായിട്ട് മാറി. ഇപ്പോൾ കളിക്കളത്തിൽ പലരും പറയുന്നത് എനിമീസിനെ പോലെ കാണുന്നത്, കിൽ കിൽ കിൽ. അത് ഈ സെപ്പറേഷൻ ഫീലിംഗ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ദിവ്യമായിട്ട് പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ആ പ്യുവറായിട്ട് തരത്തിൽ നിൽക്കുകയാണെങ്കിൽ സെപ്പറേഷൻസ് നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ അതുകൊണ്ട് ജോലി ചെയ്യാണ്ടിരിക്കുകയല്ല ചെയ്യുക, വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ക്വാളിറ്റീസ് എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അറിയാതെ. ഇപ്പോൾ ഫാമിലിയിൽ അച്ഛൻ എന്നുള്ളൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ അമ്മ എന്നുള്ള ക്യാരക്ടർ, വീട്ടിലെ അച്ഛനാണ് അമ്മയാണ്. പക്ഷേ ജോലി ചെയ്യുന്നിടത്ത് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഓഫീസറായിരിക്കാം, ചിലപ്പോൾ ടീച്ചറായിരിക്കാം, അച്ഛൻ അമ്മാവനായിരിക്കാം ഒരാൾക്ക്, വേറെ ആൾക്ക് എന്താ പറയുക വല്യച്ഛനായിരിക്കാം, ഇളയച്ഛനായിരിക്കാം, പലതും ആയിരിക്കാം. പക്ഷേ ഒരാൾ തന്നെയാണത്, ഒരു ടോട്ടൽ പേഴ്സണാലിറ്റിയാണ്. സഹജമാർഗത്തിൽ ചാരിജി മഹാരാജ് പറയുന്നത് കമ്പാർട്ട്മെൻറ്റലൈസേഷനാണ് നമുക്ക് പ്രശ്നം. നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ വശങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് ഒരു തരത്തിൽ ഇൻട്രാക്ട് ചെയ്യുന്നു, വേറെ സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് ഇൻട്രാക്ട് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ അടിയിലുള്ള ഹ്യൂമെയിൻനെസ്, അതിൻ്റെ മുകളിൽ ഡിവിനിറ്റി എപ്പോഴും നമുക്ക് നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ വേണ്ടത് വേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പം അച്ഛൻ കുട്ടിയോട് പെരുമാറുന്ന കുട്ടിക്ക് ആവശ്യമുള്ളത് നൽകുന്നു. അതേ അച്ഛൻ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരോട് ഇതേപോലെ തന്നെ അതേ സ്നേഹഭാവം തന്നെ കാണിക്കുന്നു. എന്താണ് നല്ലത് അത് ചെയ്യുന്നു. നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണ ഉദാഹരണം എടുത്ത് നോക്കിയാൽ ഭഗവാന് സെപ്പറേഷൻ ഇല്ല. ഭഗവാന് ദുര്യോധനനും ദുശാസനനും ഭീമനും അർജുനനും ഒന്നും ഡിഫറെൻ്റ് അല്ല. അവിടെ ശത്രു മിത്രമൊന്നുമില്ല. അവർക്ക് എന്താ വേണ്ടത് അത് നൽകുന്നു. ചിലരെ നേർവഴിക്ക് നയിക്കണം, അപ്പോൾ അവരോട് ചിലപ്പോൾ ആ രീതിയിൽ പെരുമാറണം. അവിടെ ഉള്ളിൽ സെപ്പറേഷൻ ഇല്ല. അപ്പോൾ അതാണ് ഇവിടെ ആങ്കർ എന്നുള്ള പദം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. സെപ്പറേഷൻ കാരണം പുറത്തേക്ക് വിടുന്ന ഈ ഒരു തരത്തിലുള്ള പ്രവണത അത് ക്രോധമായിട്ട് മാറും. നേരെ മറ്റേ അത് ഉള്ളിലേക്ക് തിരിക്കുമ്പോൾ അതേ ശക്തി തന്നെ ട്രാൻസ്ഫോർമേറ്ററി പവറായിട്ട് മാറും, തപശക്തിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ദേഷ്യത്തെ അതിജീവിക്കണം. എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? നമ്മുടെ ഉള്ളിൽ സെപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ കറക്ഷൻ കൊടുക്കണം. കൂടുതൽ ശുദ്ധീകരണം നടക്കും. സഹജമാർഗത്തിൽ ശുദ്ധീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പാണ്. കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യണം, സെൻറ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ ഹയസ്റ്റ് ലെവലിൽ പെർഫോം ചെയ്യാനുള്ള കഴിവ് കൂടുതൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ ഡിവൈൻ ഫ്ലോ വരാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ ഡിവൈനായിട്ടുള്ള ആസുരികമായിട്ട് രണ്ട് ക്വാളിറ്റീസ് ഉണ്ടെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഇത് രണ്ടും നല്ലതുമല്ല മോശമല്ല. എവിടെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നത് എപ്പോഴാണ് ഡയറക്ഷൻസ് ഉള്ളിൽ നിന്നും പ്യൂരിറ്റിയിൽ നിന്ന് ലഭിക്കുമ്പോൾ നമുക്കത് ശരിക്കും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഉള്ളിലേക്ക് തിരിയാനുള്ള ആ ഒരു കഴിവുണ്ടാകുന്നത് പുറത്തേക്കുള്ള പ്രവാഹം നിർത്തുമ്പോഴാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഉള്ളിലേക്ക് കണക്ട് ചെയ്യുക, പുറത്തേക്കുള്ള ഡൈവേർഷൻസ് കുറയ്ക്കുക. അപ്പോൾ ആങ്കർ നമ്മൾ കുറയ്ക്കുമ്പോൾ ശരിക്കും അറിയാതെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നു. നിയമമൊക്കെ നമ്മൾ പാലിക്കാൻ തുടങ്ങും. ദേഷ്യം വരുമ്പോൾ ദേഷ്യം ഇങ്ങനെ പിടിച്ചു നിർത്തണം നല്ലതാണ്. എന്നിട്ട് പോസ് ചെയ്യുക, മാറി നിൽക്കുക, ഒന്ന് ശുദ്ധീകരണം നടത്തുക, പ്രാർത്ഥിക്കുക. ആ ദേഷ്യം മാറുന്നവരെ പിന്നെ നമ്മൾ ഡിസിഷൻസ് എടുക്കരുത്. ദേഷ്യത്തിൽ ഡിസിഷൻ എടുത്താൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ലാലാജി മഹാരാജ് പിന്നെ തുടരുന്നു. ഇറ്റ് ഈസ് എ പിറ്റി ദാറ്റ് ദിസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ദ യൂസ് ഓഫ് ടങ് ഇസ് ദ ഇന്നെവിറ്റബിൾ ആൻഡ് കോൺസ്റ്റന്റ് ആക്ടിവിറ്റി ഓഫ് മാൻ ഇസ് ഓഫൻ ഓവർലുക്ക്ഡ് ആൻഡ് നെഗ്ലക്റ്റഡ്. ഇത് നമ്മൾ അവഗണിക്കുന്നു. പറയേണ്ടതൊക്കെ ഞാൻ പറയും, മുഖത്ത് നോക്കി പറയും എന്നൊക്കെ നമ്മൾ പറയും. പറയേണ്ടത് എങ്ങനെയാണ് നമുക്ക് അറിയുന്നത്? പറയേണ്ടതായിരുന്നോ? എങ്ങനെ അറിയാം? അപ്പോൾ ലാലാജി മഹാരാജ് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ ഭാരം വരുന്നുണ്ടോ, നമ്മളോട് തന്നെ സെൽഫ് റെസ്പെക്റ്റ് കുറയുന്നുണ്ടോ, ഇത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, കുറ്റബോധം. പിന്നെ അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ന്യായീകരണങ്ങളാണ്. പിന്നെ നേരെ മറിച്ചിട്ട് സ്നേഹത്തോടുള്ള പ്രവർത്തന ന്യായീകരണങ്ങളില്ല. അത് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൽ നമുക്ക് ഒരു തരത്തിലും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ആ തരത്തിലുള്ള പെരുമാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കുറ്റബോധം തോന്നാത്ത ഒരു ജീവിതം. അപ്പോൾ നമ്മൾ നാവിനെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു മിസൈലിൻ്റെ മാതിരിയാണ് നാവ്, വാക്കുകൾ. ഇറ്റ് ഈസ് ഓൾസോ അൺഫോർച്ചുനേറ്റ് ഇഫ് ദ ഡിവൈൻ ഗുരു ഹസ് ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ എനി ലാപ്സസ്.
ഇറ്റ് ഇസ് നോ ഡൗട്ട് വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദ മൈൻഡ്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ദേഷ്യം വന്നിട്ട് നമ്മൾ സാധന ചെയ്യുന്ന ആളാണ് ഈ പറയുന്നത്, എൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, ഗുരുനാഥൻ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, ഈശ്വര എന്താ എനിക്ക് ഇങ്ങനെ ഒരു ദുരിതം വരുന്നത് നമ്മൾ പറയേണ്ടത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന നന്മകൾക്കൊക്കെ നമുക്ക് പ്രതിഫലം വേണം, അതിൻ്റെ പേരൊക്കെ നമുക്ക് വേണം. പക്ഷേ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഈശ്വരനെ ബ്ലെയിം ചെയ്യുന്നു. ഈശ്വരനെ ബ്ലെയിം ചെയ്യുക, ഈശ്വരൻ്റെ ശക്തികൾ ബ്ലെയിം ചെയ്യുക, അതെൻ്റെ തെറ്റല്ല. അപ്പോൾ നമ്മൾ നാവിൻ്റെ മുകളിൽ ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാന കാരണം എന്ന് തന്നെ ഇവിടെ ലാലാജി മഹാരാജ് പറയും. നമുക്കൊരു ഗുരു ഉള്ളത് നല്ലതാണ്, പക്ഷേ ഗുരു എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, നമ്മൾ ഗുരുവിനെ പോലെ ആവാനാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അല്ല നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എന്താ പറയുക സാധ്യത നടത്താൻ വേണ്ടിയിട്ട് ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ ചോദിച്ച് പോകാൻ വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാം, പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. കാരണം അത് ടെമ്പററിയാണ്. പെർമനൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് നീങ്ങുക, ഡയറക്ഷൻസ് വേണ്ടി ഗുരുവിലേക്ക് തിരിയുക. അദ്ദേഹം എപ്പോഴും സ്നേഹത്തിൻ്റെ ഡയറക്ഷൻസേ തരുള്ളൂ, ഒരു സംശയമില്ല. നമ്മുടെ ഉള്ളിലെ പേഴ്സണാലിറ്റീസ് എല്ലാം അങ്ങോട്ട് തിരിക്കണം. നമ്മളുടെ ആസുരികമായിട്ട് ദൈവികമായിട്ട് എല്ലാ ക്വാളിറ്റീസും ഗുരുവിലേക്ക് കണക്ട് ചെയ്യണം. എന്താണ് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ ആ കരുണയോടുകൂടി നമുക്ക് അറിയാതെ വരാൻ തുടങ്ങും, ഓട്ടോമാറ്റിക്കായിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ അതിന് ആദ്യം നമ്മുടെ ശ്രമം അവിടെ ആവശ്യമുണ്ട്, എഫേർട്ട് ആവശ്യമുണ്ട്, വില്ല് ആവശ്യമുണ്ട്. ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരെയും ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.